ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 15 ശ്രീ രാധാകൃഷ്ണന്റെ പ്രണയ വിവരണം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചതിന് മറുപടിയായി ഏതു വിധത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായതെന്നും രാധയോടൊപ്പം രാസക്രീഡ നടത്തിയതെന്നും ശ്രീനാരദൻ പറഞ്ഞുകൊടുത്തു. ഒരു ദിവസം രാധയുടെ സഖിമാരായ ലളിതയും വിശാഖയും വൃഷഭാനുവിന്റെ വീട്ടിലെത്തി. അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന രാധയോട് അവർ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാധേ, നീ ആരെയാണോ നിത്യവും ചിന്തിച്ചിരിക്കുന്നത്, ആ വ്യക്തി നിത്യവും വൃഷഭാനുപുരത്ത് പശുക്കളെ മേയ്ക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് രാധയ്ക്ക് അപ്പോൾ അദ്ദേഹത്തെ ദർശിക്കാമല്ലോ എന്നും സഖിമാർ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ചിത്രം വരച്ചു കൊടുക്കാനും അത് ദർശിച്ച ശേഷമേ ആ വ്യക്തിയെ നേരിൽ കാണുള്ളൂ എന്നും രാധ പറഞ്ഞു. രാധ ആവശ്യപ്പെട്ട പ്രകാരം 2 സഖിമാരും ചേർന്ന് നന്ദനന്ദന്റെ സുന്ദരമായ ചിത്രം വരച്ച് രാധയുടെ കയ്യിൽ കൊടുത്തു. ആ ചിത്രം കണ്ടപ്പോൾ രാധ ഹർഷപുളകിതയായിക്കൊണ്ട് നിദ്രാധീനയായി. അപ്പോൾ രാധ ഭാണ്ഡീരവ വനത്തിൽ ശ്രീകൃഷ്ണൻ നൃത്തം വെക്കുന്നതായി സ്വപ്നം കണ്ടു. ആ സമയത്ത് രാധയുടെ ഉറക്കത്തിന് ഭംഗം വന്നു. ഇതിനിടയിൽ ഭഗവാൻ വൃഷഭാനുപുരത്തിന്റെ ഇടുങ്ങിയ ഒരു തെരുവിൽ എത്തിച്ചേർന്നു. ഉടനെ സഖിമാർ ജനാലയിലൂടെ രാധയ്ക്ക് ശ്രീകൃഷ്ണനെ കാണിച്ചു കൊടുത്തു. ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ രാധ ബോധരഹിതയായി. ഭഗവാനും രാധയെ കണ്ടപ്പോൾ രാധയുടെ കൂടെ വിഹരിക്കണമെന്നും ആഗ്രഹം തോന്നി. അങ്ങനെ കൃഷ്ണൻ അവിടെ നിന്നും നടന്നു. രാധയ്ക്ക് ശ്രീകൃഷ്ണനിൽ വിഹ്വലമായ കാമജ്വരം ബാധിച്ചത് കണ്ട ലളിത ഇപ്രകാരം പറഞ്ഞു: ഹേ രാധേ, ശ്രീകൃഷ്ണന് മാത്രമേ ദുഃഖാഗ്നിയുടെ ജ്വാലയെ ഇല്ലാതാക്കാൻ സാധിക്കൂ. കൃഷ്ണനെ പ്രാപിക്കണമെങ്കിൽ കൃഷ്ണനോടുള്ള സ്നേഹം ദൃഢമാക്കണം. ലളിതയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് രാധ മിഴികൾ തുറന്നു. ശേഷം ശ്രീകൃഷ്ണന്റെ ചരണാരവിന്ദങ്ങൾ പ്രാപ്യമാകുന്നില്ലെങ്കിൽ തന്റെ ശരീരം ഉപേക്ഷിക്കുമെന്നും അത് തന്റെ ദൃഢനിശ്ചയമാണെന്നും രാധ പറഞ്ഞു. ശ്രീരാധയുടെ ഈ വാക്കുകൾ കേട്ട ലളിത ഭയപ്പെട്ട് യമുനാ നദിയുടെ മനോഹര തീരത്ത് ഏകാന്തമായ സ്ഥലത്ത് ഇരിക്കുന്ന കൃഷ്ണനോട് രാധ കഠിനമായ വിരഹദുഃഖം അനുഭവിക്കുകയാണെന്നും അതിനാൽ ഉടനെ ദർശനം നൽകണമെന്നും അപേക്ഷിച്ചു. ലളിതയുടെ ഈ അപേക്ഷ കേട്ട ഭഗവാൻ ഇപ്രകാരം ആ ഗോപികയെ ആശ്വസിപ്പിച്ചു: എല്ലാവരും എന്നെ പ്രേമിക്കുകയാണ് വേണ്ടത്. ഈ ഭൂതലത്തിൽ പ്രേമത്തിന് തുല്യമായ വേറെ യാതൊന്നുമില്ല. ഭാണ്ഡീരവ വനത്തിൽ വെച്ച് രാധയുടെ മനസ്സിലുള്ള ആഗ്രഹം സഫലമാകും. മഹാത്മാക്കൾ അകാരണമായ പ്രേമത്തെ ത്രിഗുണങ്ങൾക്ക് അതീതമായി കരുതുന്നു. എന്നിലും രാധയിലും ഭേദഭാവം കാണാത്തവനാണ് ഭക്തൻ. എന്നാൽ എന്നെയും രാധയെയും വേർതിരിച്ച് കാണുന്നവർ നരകത്തിൽ പതിക്കും. കൃഷ്ണന്റെ ഈ ആശ്വാസ വാക്കുകൾ കേട്ട ശേഷം ലളിത ഭഗവാനെ പ്രണമിച്ച് രാധയുടെ സമീപത്ത് ചെന്ന് മധുര മന്ദഹാസത്തോടെ പറഞ്ഞു: രാധേ, നീ ആഗ്രഹിച്ച പോലെ കൃഷ്ണനും നിന്നെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ 2 പേരുടെയും തേജസ് ഭേദഭാവമില്ലാത്ത ഒന്നാണ്. നീ കൃഷ്ണന് വേണ്ടി നിഷ്കാമ കർമ്മം ചെയ്യൂ. അതിനാൽ പരമഭക്തിയിലൂടെ നിന്റെ മനോരഥം സഫലമാകും. അങ്ങനെ രാധ സമ്പൂർണധാമത്തെക്കുറിച്ച് അറിയുന്ന ചന്ദ്രാനന എന്ന സഖിയോട് ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി മഹാപുണ്യദായകമായ മനോവാഞ്ചിത ഫലം നൽകുന്നതുമായ ഒരു ദേവതയുടെ പൂജാവിധി ഉപദേശിക്കാൻ അപേക്ഷിച്ചു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 15ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.